അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ന്യൂ ഇയർ. ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് കേട്ടോ. യൂട്യൂബിലാണ് കമൻറ്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഹാപ്പി ന്യൂ ഇയർ ടീം റോബിൻ. ഹായ്, ഹാപ്പി ന്യൂ ഇയർ. പാട്ട് 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 പാട്ട്. ഉബൈദ് പൂക്കാട്ട് ഇപ്പോൾ പോകുന്നത് എവിടേക്കാണ്? കോയമ്പത്തൂരേക്ക്, പത്തനംതിട്ടയ്ക്ക്? അല്ല, ഇപ്പോൾ പോകുന്നത്, ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ പത്തനംതിട്ടയ്ക്കാണ് പോകുന്നത്. പത്തനംതിട്ടയ്ക്കുള്ള യാത്ര അല്ല, കോയമ്പത്തൂർക്കുള്ള യാത്ര. സോറി, തെറ്റിപ്പോയി. ഇനി 100 തവണ എംപോസിഷൻ എടുത്തിട്ടാ. നമ്മുടെ ഡോൺ ഇവിടെ നിന്ന് എംപോസിഷൻ എഴുതാം. MVD രാവിലെ ഡോൺ എംപോസിഷൻ കൊടുത്തു. 100 തവണ എഴുതണം. ഞാൻ ഇനി മേലെ ആവർത്തിക്കത്തില്ല. ഒപ്പിട്ട് തരാതെ ഞാൻ വണ്ടിയിൽ നിന്ന് പോകത്തില്ല. അതെ. അപ്പൊ എന്തായാലും ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യാണ് സുഹൃത്തുക്കളെ, യാത്ര ചെയ്യാണ്. ഉബൈദിക്ക പറഞ്ഞിരിക്കുന്നു യാത്രക്കാരെ കാണിക്കാൻ ഒരുപാട് ലേഡീസ് ഉണ്ട്. നമുക്ക് അവരെ കാണിക്കാൻ ഇച്ചിരി ഇതുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഒരുപാട് കുഞ്ഞ്, അതായത് ലേഡീസ് ഉണ്ട്, അതുപോലെ കുഞ്ഞു കുട്ടികളുണ്ട്. അപ്പോൾ കാണിക്കുന്നതേ എല്ലാവർക്കും റോബിൻ വണ്ടി വരുവാണെങ്കിൽ പ്രശ്നമില്ല എന്ന് തന്നെ അപ്പനമ്മമാര് കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ വണ്ടിയെ വിടുന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ജനഹൃദയങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് റോബിൻ എന്ന ഗിരിശേട്ട റോബിൻ ബസ് എന്തായാലും ജനഹൃദയങ്ങളിൽ ഏറ്റുകൊടുത്തുകൊണ്ട് മുന്നോട്ട് ഓരോ ദിവസവും കഴിഞ്ഞ 7 ദിവസമായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നു. അതോടൊപ്പം വേറൊരു കാര്യം തന്നെ ഹൈലൈറ്റഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വന്ദേ ഭാരത് ട്രെയിന്, അതായത് ബാംഗ്ലൂർ ടു കോയമ്പത്തൂർ സ്റ്റാർട്ടായിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് വരുന്നവർക്ക് വന്ദേ ഭാരത് ട്രെയിന് നേരെ വന്ന് നമ്മുടെ കോയമ്പത്തൂർ ഇറങ്ങുക. കോയമ്പത്തൂരിൽ നിന്ന് 5 മണിയാകുമ്പോൾ നമ്മുടെ വണ്ടി എടുക്കുന്നതാവും. 5 മണിക്ക് മുന്നേ വണ്ടി വരുന്നതാണ്. അപ്പോൾ 5 മണിക്ക് നമ്മുടെ വണ്ടി, അതായത് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്കിംഗ് റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് തന്നെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. കാരണം റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് നമ്മുടെ വണ്ടി പോകുന്നത്. സോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, അങ്ങനെ വല്ല താല്പര്യം ഉണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ നേരെ വരിക, കോയമ്പത്തൂർ ഇറങ്ങുക. ജസ്റ്റ് കം ഔട്ട് ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ. ദെൻ ഞങ്ങളുടെ വണ്ടി അവിടെ റെഡി ആയിരിക്കും. പക്ഷെ ബുക്ക് ചെയ്യണം, അതൊരു വലിയ വിഷയമാണ്. 9497352007 എന്ന് പറയുന്ന നമ്പറിൽ ബുക്ക് ചെയ്യുക, പൊളിച്ചെടുക്കുക. ഇവിടെ ഇത് നോക്കി, എന്ത് രസം നോക്കിയേ, അടിപൊളി. നോക്കി എന്നാ രസം നോക്കിയേ, നല്ല മലനിരകൾ കണ്ടോ, അടിപൊളി. ഓക്കെ, ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ, ഈ കോയമ്പത്തൂർ പോകുന്ന റോഡിലെ ഒരു വലിയ പശ്ചിമഘട്ട മലനിരകളുടെ ഒരു നീണ്ട ശേഖരം തന്നെയാണ് ഈ. ഹായ്, ഒരു പുള്ളി വണ്ടിക്കകത്തുനിന്ന് കൈ കാണിക്കുന്നുണ്ട്. ഹായ്. എല്ലാവരും വണ്ടിക്കകത്ത് കൈ കാണിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ പശ്ചിമഘട്ട മലനിരകളുടെ സൈഡിൽ കൂടി ഇതാ റോബിൻ ഗിരീഷ് ചേട്ടന്റെ ടീമും ഇതാ കിടന്നു പോവുകയാണ് സുഹൃത്തുക്കളെ. ഇരുന്ന് പോവുകയാണ്. വാട്ടെ പെഞ്ചിരിയാ ചേച്ചിയുടെ ചിരി നോക്കിയേ. ആളൊന്നും വേണ്ട കേട്ടോ. നോക്കിയേ, നിങ്ങളിത് കണ്ടോ? ഈ അങ്ങനെയുള്ള യാത്രകളിൽ പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണാൻ പറ്റും. ഫുള്ള് പശ്ചിമഘട്ട മലനിരകളാണ്. അപ്പൊ എന്തായാലും പശ്ചിമഘട്ട മലനിരകളുടെ ഒരു നീണ്ട ശേഖരം തന്നെ. അപ്പോ ഹായ് മില്ലു ചേട്ടാ, ശ്രീ മച്ചാൻ ബ്ലോഗ്സ് ഹായ്.
ഹായ് ചേട്ടായി, ഹൗ ആർ യു ശ്രീമച്ചാൻ ബ്ലോഗ്. ഷബീർ ഹായ്, സുപ്രീം ഡിസ്ട്രിബ്യൂട്ടർ ഹായ്, ഹാപ്പി ന്യൂ ഇയർ. അബി വലപ്പുഴ ഹായ്, ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ പാലക്കാടിന്റെ മണ്ണിലൂടെ ഇഷ്ടംപോലെ കാറ്റുള്ള, ഇഷ്ടംപോലെ പരമരങ്ങളുള്ള പാലക്കാടിന്റെ മണ്ണിലൂടെ നമ്മളിതാ കടന്നു പോവുകയാണ്. ട്രിപ്പ് എങ്ങനെ പോകുന്ന സെറ്റില്? ട്രിപ്പ് പൊളിയാണ് മച്ചാനെ, പൊളിയാണ്. കനാൽ പിരിവ് ട്രിപ്പ് പൊളിയായിട്ട് പോകുന്നു. യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാ ദിവസവും രാവിലെ നമ്മുടെ സാറുമാർ വന്ന് ചെക്ക് ചെയ്യാറുണ്ട്. ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ട്രിപ്പ് ആരംഭിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷകരമായ യാത്രയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. അണ്ണാ അതോ വെള്ളം നോടെ വെള്ളം നനയ്ക്കാനെങ്കിൽ ബോട്ടിലെ വായിക്കാൻ പറ്റും അല്ലേ റോബിൻ? ഇങ്ങനെ യാത്ര പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഗൈസ്, ഞങ്ങളങ്ങനെ റോബിൻ ബസ്സിന്റെ യാത്ര ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഗിരീഷേട്ടൻ ഇത് പറഞ്ഞടാ പോണം, നമ്മുടെ സ്വന്തം വണ്ടിയാണ്, നമ്മൾ പൊളിക്കാൻ പോകണം, തകർക്കണം. ഇങ്ങനെ ഇവിടെ ചെക്കിങ് ഉണ്ടാവോ? ചെക്കിങ് ഉണ്ടല്ലേ? അത് തന്നെ, ചുമ്മാ ഓടാകുന്നത്. സർക്കാരിന് ഉത്തരവാദിത്തമുള്ള വണ്ടിയാണ്, കണ്ടില്ലേ? ഭയങ്കര ഉത്തരവാദിത്തമുള്ള വണ്ടിയാണ് കേട്ടോ. ഉടനെ ഞാനും എത്തും, ഞാനും കൊണ്ടുവരട്ടെ. പിടിച്ചോ? ഉണ്ടോ? ഈ സൈഡല്ലേ? ഇവിടെ കണ്ടല്ലേ? അപ്പൊ നമ്മുടെ സാറുമാരിപ്പോ ഇറങ്ങും, ഇപ്പൊ വരും. നമ്മുടെ ലൈവ് കണ്ടോണ്ടിരിക്കുന്ന സാറുമാർ ഇപ്പൊ ഇറങ്ങി വരും അല്ലേ? സാറ് ഹാപ്പി ന്യൂ ഇയർ. എത്താറായോടാ? അപ്പൊ എല്ലാരും റെഡി ആയിക്കോ. അടുത്ത നമ്മുടെ ചെക്കിങ് റെഡി ആവുന്നു. എല്ലാവർക്കും ഒരു ഷിജോ റീന ഹായ്, എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ഇരിക്കട്ടെ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ സാർ വളരെത്തി സുഹൃത്തുക്കളെ. ഇപ്പൊ സാറ് വരും. സാർ ഇപ്പൊ ചെക്ക് ചെയ്യും അല്ലേ? ഇവിടെ അല്ലേ ചെക്കിങ്? ഏടാ കാപ്സൂൾ എപ്പോ വിളിക്കാ? അളിയാ പൊളി. സാറുണ്ടോ? എന്റെ സാറേ ചെക്ക് ചെയ്യ് സാറേ. എന്തോ സാറേ, പിള്ളേർ തലയിട്ട് വെളിയിൽ നോക്കുന്നു. പിടിക്കുന്നില്ലേ? ഉണ്ടോ? പിടിക്കുന്നില്ലേ? അയ്യോ, ഒരു പുള്ളിക്കാരി എന്ത് കഴിഞ്ഞ ദിവസം പുള്ളിക്കാരി വീഡിയോ എടുക്കണു. ഇതെന്നാ ഇന്ന് ചെക്കിങ്ങില്ല? സാറുണ്ട്. എനിക്ക് വയ്യ. അയ്യോ, ഇന്ന് പ്രത്യേക സാറുമാരാണല്ലോ. ഇന്ന് ഒരുപാട് ഇത് പൊക്കിയേ. ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് വീണ്ടും ചെക്ക് ചെയ്യാന്. ഹാപ്പി ന്യൂ ഇയർ സാറേ. അപ്പൊ രാവിലെ അവിടുന്ന് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് ഞങ്ങൾ തുടങ്ങി പരിപാടി. ഇന്ന് കേരളത്തിലെ ഏറ്റവും സേഫ്റ്റി ഉള്ളൊരു വണ്ടിയാണിത്. അപ്പൊ എന്തായാലും പരിപാടികൾ നല്ല ജഗ്ഗായിട്ട് പോകുന്നു. സാറുമാര് വീണ്ടും വന്ന് ചെക്ക് ചെയ്തു. ഓക്കെ സാർ. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്തിരിക്കുകയാണ്.
എത്ര ഉള്ളു ചെക്കിങ്? അയ്യോ അപ്പൊ നമ്മള് വീണ്ടും അകത്തോട്ട് കയറുകയാണ്. ഇല്ല കഴിഞ്ഞു ഇല്ല കഴിഞ്ഞു. ഒരു ചേച്ചി അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? കണ്ടല്ലോ. അപ്പൊ ലൈവ് കണ്ടല്ലോ എല്ലാരും ലൈവ് കണ്ടല്ലോ. സാറുമാര് വന്നൊരു ഹാപ്പി ന്യൂ ഇയർ കൊടുത്തു. അടിപൊളി ഹാപ്പി ന്യൂ ഇയർ കണ്ടു. ഹാപ്പി ന്യൂ ഇയറും കൊടുത്തു. സാറുമാര് വന്ന് ഹാപ്പി ന്യൂ ഇയർ വന്നു, ചെക്ക് ചെയ്തു, ഇറങ്ങിപ്പോയി. വളരെ ഹാപ്പി. കണ്ടില്ലേ ചേട്ടാ? ഇനി ചെക്കിംഗ് ഇല്ല, ഡ്രൈവറോട് ഇതുവരെ കുഴപ്പമില്ലായിരുന്നു. നല്ല യാത്രയായിരുന്നു, അടിപൊളി യാത്രയായിരുന്നു. കുളിക്കൊന്നുമില്ല ശരിക്കും. നല്ല അയ്യോ കേക്ക് കൊടുക്കാൻ പറഞ്ഞു. ശേ അയ്യോ അവർക്കൊരു കേക്ക് കൊടുക്കണ്ടായിരുന്നു. ശേ നമുക്കിനി ഒരു ചേച്ചി അവിടുന്ന് ഇറങ്ങി നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അതാണ് ഇത് വളരെ രസമുണ്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പൊ എല്ലാ ദിവസവും ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ഉള്ള ഒരേ ഒരു വണ്ടിയായിട്ട് വീണ്ടും 2024 നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. റോബിൻ ബസ് ഇന്നോട് വീണ്ടും തുടക്കം കുറിച്ചിരിക്കുകയാണ്. രാവിലെ ചെക്ക് ചെയ്തു, ഇന്ന് വൈകുന്നേരം ചെക്ക് ചെയ്തു. അപ്പൊ രണ്ട് സമയം ഒരേപോലെ. അങ്ങനെ നമ്മുടെ യാത്ര ഇങ്ങനെ പോകാം. എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ന്യൂ ഇയർ. MPDയിലുള്ള സാർമാർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. ഇരിക്കട്ടെ. യൂസ് കോഡ് ഹാപ്പി ന്യൂ ഇയർ. ഹായ് ഹാപ്പി ന്യൂ ഇയർ. യെസ് യൂസ് കോഡ് ഹാപ്പി ന്യൂ ഇയർ. റോബിൻ VIP ബസ്സാ, പിന്നല്ലാതെ VIP ബസ്. അപ്പൊ ഇതൊക്കെയാണ്. താങ്ക് യു. അതാണ് സ്നാക്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പേരെങ്ങനാ? സുൽഫത്ത് നല്ല കുറച്ച് ഉപ്പേരിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടോ? മോളി താങ്ക് യു. അപ്പൊ സുൽഫത്തിന് എങ്ങോട്ടാ യാത്ര ചെയ്യുന്നത്? കോയമ്പത്തൂര് പോവാണ്. സുൽഫത്ത് കോയമ്പത്തൂരിന് പോവാണ് കേട്ടോ. ഇനി ആരെങ്കിലും MVD വിളിച്ചാൽ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞാൽ വീടുവല്ലേ? ഓ സുഹൃത്തുക്കളെ കണ്ടില്ലേ എന്തുള്ള ഓരോ അവസ്ഥകളെ. അങ്ങനെ ഞങ്ങൾ തമിഴ്നാട്ടിൽ കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞങ്ങൾ ആദ്യമായിട്ട്, അതായത് ന്യൂ ഇയറിന്റെ ഫസ്റ്റ് ഡേ ഞങ്ങളെ MVD പിടിച്ചതിന് ശേഷം ഞങ്ങൾ തമിഴ്നാട്ടിൽ കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 2024 ഞങ്ങളുടെ റോബിൻ ബസ് തമിഴ്നാട്ടിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി. സോ ഇനിയും തമിഴ്നാട്ടിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. തമിഴ്നാട്ടിലെ കാഴ്ചകൾ. എല്ലാ സീറ്റും ഉണ്ടെന്ന് അറിയാൻ എല്ലാ ദിവസവും നിങ്ങളിതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? എല്ലാരും കാണുന്നുണ്ടല്ലോ അല്ലേ? MVD അങ്ങോട്ട് പിടിച്ചു. സംഭവം ഒറ്റ കയറി കേട്ടോ. അത് തന്നെ.
കലാപരിപാടികൾ നിങ്ങൾ ലൈവായിട്ട് കണ്ടു എന്ന് തോന്നുന്നു. എന്നും ഇതേ കലാപരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. രാവിലെ ഞങ്ങൾ വണ്ടി എടുക്കുമ്പോൾ സാർ വരുവരും ചെക്ക് ചെയ്യും, ഞങ്ങൾ വണ്ടി കൊണ്ടുപോകും. എങ്ങനെയെങ്കിലും റോബിന് ഇത് കൊടുക്കണം, അതാണ് റോബിന്റെ എല്ലാവരുടെയും ലക്ഷ്യം. അങ്ങനെ നമ്മൾ കോയമ്പത്തൂരിന്റെ മണ്ണിലൂടെ ഞങ്ങൾ ഹാപ്പി ന്യൂ ഇയറിന്റെ റൈഡ് പോയിട്ട്. ഹാപ്പി ന്യൂ ഇയർ റോബിൻ വാസ് ദ ഓണർ ഓഫ് ബസ് ആൻഡ് പാസഞ്ചർ ഓഫ് ബസ്. ഹായ്. ചേട്ടാ ചേട്ടോ വീഡിയോ അപ്ലോഡ് ആയോ? Part 3 cooking. Part 3 sir. അവരെന്തോ ഒരു പരിപാടിയില്ല.
പറഞ്ഞാൽ വേറെ ആർട്ടിഫിഷ്യല്ല. വീണ്ടും ജസ്റ്റ് പേപ്പർ എന്താ സംഭവം? ഇവിടെ വിഷയമില്ല. ന്യൂ ഇയറിലെ പുതിയ വർഷമല്ലേ? അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇനിയും കാണാം അടുത്ത രീതിയിൽ കേട്ടോ. റോഡ് കയറുന്നു അല്ല റോഡ് കയറുന്നു കാണാം ഇവിടെ ഇറങ്ങുന്നുണ്ട് കറക്റ്റ്. റിട്ടേണുണ്ടോ? റിട്ടേണുണ്ടോ? ഇല്ലല്ലോ. ആ ഞങ്ങൾക്ക് 5 മണിക്കാണല്ലോ. എന്താ പരിപാടി ഇവിടെ? മെഡിക്കൽ കോളേജിലോ? മെഡിക്കൽ കോഡിംഗ്. അതെങ്ങനെ?
കോഡിങ് ലെറ്റ് ഡോ സിസ്റ്റം ലെറ്റ് ഡോ സിസ്റ്റം ആ അപ്പൊ എന്ത് പഠിച്ചിട്ടാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ആ അല്ല ഏത് കോഴ്സിന് പോകുന്നത് എത്ര വർഷം കോഴ്സാണ് 3 മാസം ഡിഗ്രി കഴിഞ്ഞിട്ട് അങ്ങനെ പോയതോ ഓ മെഡിക്കൽ കോഡിങ് അല്ലേ എങ്ങനെ അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ് പൊതുവെ മൂവിങ് അല്ലേ ഏത് കമ്പനി ഇത് പാരിസ് IT വിലവായിരുന്നു പറഞ്ഞത് നോക്കിയത് മെഡിക്കൽ കോഡിങ് കർപ്പകം വലിയ കമ്പനിയാ എങ്ങനെയുണ്ട് ഇവിടെ ഇതിന് എങ്ങനെയാ മീൻസ് എന്തുണ്ട് പാക്കേജ് വലിയ കുഴപ്പമില്ല ഓക്കെ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു കോഡിങ് മീൻസ് മെഡിക്കൽ കോഡിങ് അത് ഈ എന്താ മീൻസ് മെഡിക്കൽ കോഡിങ് അല്ലേ ഞാനും നോക്കട്ടെ ഓ ഇത് ഹോസ്പിറ്റലല്ലോ ആ നോക്കിട്ട് നിങ്ങൾ പോകുന്നു ടഫ് ടാസ്ക് അല്ലേ നിങ്ങളുടെ ടീം എങ്ങനെ എത്ര പേര് അങ്ങനെ വല്ലതും 22 പേരല്ലേ എങ്ങനെ എത്ര ആളായി ജോലിക്ക് ഇത് കയറിട്ട് എങ്ങനെയുണ്ട് ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ടാണോ അതോ എന്ത് കഴിഞ്ഞു ആ വെല്ലുവിളിയാ എവിടാ എന്താണ് ഏത് എയർപോർട്ടിൽ കൊച്ചി ഇന്റർനാഷണൽ ആ ഗ്രേറ്റ് ഞാൻ ഇങ്ങോട്ട് പ്ലാൻ ചെയ്യാം അത്ര അടിപൊളിയല്ലായിരുന്നോ നല്ല വയസ്സ് നല്ല പാക്കേജ് അതൊരു വിഷയമാണ് അപ്പോ നിങ്ങൾ വെയിറ്റ് ചെയ്യണത് അപ്പൊ നിങ്ങൾക്ക് എക്സ്ട്രാ ഇത് കിട്ടത്തില്ലേ എത്ര വയസ്സുണ്ട് ആ എന്റെ സ്നേഹം എനിക്കുമുണ്ട് 6 വയസ്സുണ്ട് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞല്ലേ എന്റെ മോളും പഠിക്കുന്നു 1ാം ക്ലാസ്സിൽ അവള് വൈഫ് ഹൗസിലാണ് ഞാനും വൈഫ് ഹൗസ് അവൾ അയർലൻഡില്ല ഞാൻ ഫുൾ ടൈം ഇങ്ങനെ റണ്ണിങ്ങിലാണ് എവിടെയെങ്കിലൊക്കെ കാണും ആ ഇവിടെ ലൈറ്റാ ആ പിന്നെ നേരിട്ട് in India, one of the safest. There is no way. It's കണ്ടില്ലേ 2 തവണ രാവിലെ കയറിയപ്പോഴേ കണ്ടു. സേഫസ്റ്റ് ബസ് എന്ന് പറഞ്ഞാൽ
ഒരു മീഡിയ കൂടുതലുണ്ട് കൂടുണ്ട്. എന്ത് ഹെൽപ്പ് വേണേലും നമുക്കിവിടെ ആളുണ്ട് കേട്ടോ. എന്ത് ഹെൽപ്പ് ഉണ്ട്. കാര്യം ഒരുപാട് സപ്പോർട്ടിന് വരുവാ. ഫേസ്ബുക്കിലായാലും നമ്പറുണ്ട്, അല്ലെങ്കിൽ റോബിന്റെ നമ്പറിലായാലും വിളിച്ചാൽ മതി, ആരുടെ നമ്പറായാലും വിളിച്ചാൽ എന്ത് ഹെൽപ്പ് വേണേലും. കാര്യം നമ്മൾ ഈ റണ്ണിങ്ങിൽ പോകുമ്പോൾ ആൾക്കാർ ഈ ഒരു വിഷയം കണ്ടിട്ട് ഐക്യദാർഢ്യമായിട്ട് വരിക. അന്ന് ഈ ആർ ടി ഓഫീസിലായാലും ഞങ്ങളോട് ഭയങ്കര നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറമായിരുന്നു ആ ഒരു ഞാൻ ഇന്നലെ ഇവിടെ ആർ ടി ഓഫീസിലൊക്കെ കൊണ്ട് തേങ്ങ ഉടച്ച് അമറുടെ മുന്നിൽ അത്ര കാര്യമായിട്ടായിരുന്നു. ഇനി ഒരു മനുഷ്യനായിട്ട് വളർന്നിട്ട് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ബെസ്റ്റ് ഉദാഹരണമാണ് ഇത്. ഞാനും അതേ ഒരു സെയിം ഉദാഹരണമാണ്. ഹസ്ബൻഡിന്റെ പേരെന്തുവാ? തിരിച്ചു വന്ന പുള്ളി അല്ലേ? ആ, പുള്ളി എന്ത് ചെയ്യുന്നു? ഏഷ്യാനെറ്റ്. ആ, ഈ ഇളവള്ളി അല്ല അതുപോലെ എവിടെ ഏഷ്യാനെറ്റ് എവിടെ? മാറി. അപ്പൊ നമ്മുടെ വില്ലേജ് വാർത്തയിലെ അവനെ അറിയാമല്ലോ. വില്ലേജ് വാർത്തയിലെ ഇവന് സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു. സൗണ്ട് പുള്ളിയുടെ പേര് ഞാൻ മറന്നത്. ഒരു ആളൊരു പേര് മറന്നത്, സോറി. ഞാൻ ഏഷ്യാനെറ്റിന് നല്ല സപ്പോർട്ടുണ്ടോ? നമ്പർ 1. കാരണം കേരളത്തിലെ ഏത് ന്യൂസ് റിപ്പോർട്ട് ചെയ്യണം ഏഷ്യാനെറ്റ്, അതുപോലെ ജനം, ഈ 2 TV മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും അത് തന്നെ. ഏഷ്യാനെറ്റ് ഉള്ളതുപോലെ പറയട്ടെ, ഉള്ളതുകൊണ്ട് പറയട്ടെ. എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവർ കാര്യമായിട്ട് തന്നെ അത് ഏറ്റെടുത്ത്. ഇപ്പൊ തന്നെ പ്രിയ പള്ളി പണം എന്റെ ഫ്രണ്ട് ഇവിടെ ഇവിടെ ഒന്നും ഇരിക്കുന്നുണ്ടോ? ഇവിടെ ആയിട്ടില്ല. ഒരു 50 രൂപ തരാൻ ഞാൻ പറയാം. 50 രൂപ തരുവാണ് ഞാൻ പറയാം കറക്റ്റ് സ്ഥലം വരുമ്പോ. 50 റുപ്പീസ് എല്ലാ കാശ. രാവിലെ തൊട്ടിരുന്ന് തമ്മ അടിക്കുവാണ് ഇവിടെ. കേട്ടില്ല ഇതോ. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ എത്തിയിരിക്കുന്നു. ഡോണണ്ണ എംബോസിന് എഴുതി കൊടുത്തോ? ഉണ്ട്, ഇതിനും തിരക്കാം. പക്ഷേ വൈകിട്ടൊക്കെ എന്താ നടക്കാൻ പറയും. ആ, കോയമ്പത്തൂർ ജോലി നാളെ കഴിക്കും. ആ, അതൊരു പനിയല്ലേ. ഇത് ഫ്രൈഡേ ആണോ? ഇത് 1-ാം തീയതി എന്നാലും ഇച്ചിരി സാറേ ഇത് ഫ്രൈഡേ ആണോ? അല്ല എനിക്കല്ല, ഇവിടെ പലരും ചോദിക്കുന്നത് കേട്ടു. ചില വെളുത്ത മനുഷ്യൻ വേണേ ചൂണ്ടിക്കാണിക്കാം. അയ്യോ എനിക്ക് വയ്യായേ. അല്ല, 2 പേര് പുറകിലിട്ടുണ്ട്. അവര് പറയുന്നത് കേരളത്തിൽ ഫ്രൈഡേ ആയതുകൊണ്ടാണ് നിങ്ങളുടെ പറഞ്ഞത്. നിങ്ങളുടെ അടുത്ത് 900 രൂപ ടിക്കറ്റ് എടുത്തു. വല്ലാത്ത ഫ്രൈഡേ. ഇല്ല പറഞ്ഞില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെ പോയി? അതാണ്. അപ്പൊ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ ഇവിടുന്ന് പോകണം അല്ലേ? ബൈപ്പാസ് വഴി ഞങ്ങൾ കാഞ്ചീപുരം ബൈപ്പാസൊക്കെ ഉദ്ദേശിച്ചത്. ശരിക്കും നിങ്ങൾക്ക് ആരും ചെയ്യാം. കാരണം നിങ്ങൾ ഇടയ്ക്ക് താഴെ എടുക്കാനില്ലല്ലോ. അല്ല, ഇതിപ്പോ നമ്മൾ ഇതാണ് റൂട്ടുണ്ടാവും. അല്ല, നിങ്ങൾക്ക് റൂട്ടുണ്ടാവും. അല്ല, ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ ഉണ്ടെങ്കിൽ രസമാണ്. ഇല്ലെങ്കിൽ ബീച്ചോട് ഉണ്ടെങ്കിൽ പൊടിയായിരിക്കും. വേറെ റേഞ്ചാ. ഞാനൊന്ന് പെട്ട് കേട്ടോ. കുറച്ച് മുമ്പ് ഞാനൊന്ന് പെട്ട് കേട്ടോ. മെഡിക്കൽ കോഡിക്ക് ഇതെന്താണ് സംഭവം? ശരി.
എന്റെ പൊന്ന ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ലൈവിലാണേ, അതുകൊണ്ടാണ് എടുക്കാത്തത്. ഒന്നും തോന്നരുത്, ലൈവ് വേണ്ട പൊക്കൊണ്ടിരിക്കുക. അത് തന്നെ ഇപ്പൊ പൊക്കൊണ്ടിരിക്കുക ലൈവ്. പാടോ നാളെ പോലെ തകർത്ത് അടിച്ച് നമുക്ക് പൊളിക്കാം. ഫുൾ ടീം കയറും. പന്നിട്ട് ഒരു കയറ്റം കയറും അല്ലേ? കയറ്റം കയറാൻ അങ്ങോട്ട് റെഡിയാകും, സെറ്റാക്ക്. അതിന്റെ ദൂരന്ന് 1200 രൂപ പോയി ഫുഡ് കഴിക്കുക, തിരിച്ചു വരിക. രണ്ടും കൂടെ 1650 രൂപ. 650 1300. ബുക്കിംഗ് നമ്പർ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അതെ വൈബാണ് കേട്ടോ. ഇടയ്ക്ക് MVD സാർമാർ ഇറങ്ങി വന്ന് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറയും. ഞങ്ങളിന്ന് ഹാപ്പി ന്യൂ, പക്ഷേ കേക്ക് കൊടുക്കാൻ പറ്റുമോ? ഇന്നുണ്ട്. എല്ലാവരും ചെക്ക് ചെയ്തില്ലേ വിടുന്നില്ല എല്ലാ ദിവസവും. അത് അവരവരെ ചെക്ക് ചെയ്യട്ടെ, അവരവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ. ഡ്യൂട്ടി ചെയ്യുന്നത് നല്ലതല്ലേ? അവർ സിൻസിയറായിട്ട് ഡ്യൂട്ടി ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമല്ലേ? ശരിയല്ലേ? നമുക്ക് കാര്യങ്ങൾ ചെയ്യണം. അതെ, നിങ്ങൾ നിരുത്സാഹപ്പെടുത്തരുത്. ഡ്യൂട്ടി ഒരു ഡ്യൂട്ടി നമ്മൾ പിന്നെ വേറെ GMVD അത് തന്നെ, മണി വീഴുന്ന സാർമാര് അത് തന്നെ. ഓക്കെ, ഞാൻ പിന്നീട് വിളിക്കാം ലൈവിലാണ് ഞാൻ വിളിക്കാം. ഞങ്ങളുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കില്ല കേട്ടോ, മില്ലുകാരൻ. ഫേസ്ബുക്കിൽ യൂട്യൂബിൽ എല്ലാം പോകും. ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഇതാണ് പേര്. എന്ത് അപ്ഡേറ്റ് ഉണ്ട്, ഈ വണ്ടി റിലേറ്റഡ് അപ്ഡേറ്റ് ഉണ്ട്. ഇത് മൈ പേജ് മില്ലുകാരൻ. എനിക്ക് മില്ലാണ്. ഒരു ആക്സിഡന്റ്, ഇത് താഴെ പെരുമ്പാവൂരൊക്കെ ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 6 മാസം കിടന്നു. ഇറ്റ്സ് എ ലോങ് സ്റ്റോറി. ദർ ഇസ് എ സ്റ്റോറി ബിഹൈൻഡ് ദ വാൾ. എവറി ഫോർച്യൂൺ ഹാവിംഗ് എ ബിഹൈൻഡ് ദ വാൾ ദർ ഇസ് എ ക്രൈം. ക്രൈം എന്ന് പറയാം, പക്ഷേ ഇതൊരു സ്റ്റോറി ഉണ്ട്. ക്രൈം എന്ന് പറയാം, ക്രൈം എന്ന് പറയുമ്പോൾ മില്ലുകാർക്ക് ഇതിലാണ് ലൈവ് പോകുന്നത്. ഇപ്പൊ ലൈവ് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ എന്തായാലും കേൾക്കും. എവരിവൺ ഈസ് ലിസണിങ്. ഏയ്, കമ്പനിയുടെ 2 പ്രൊമോഷനൊക്കെ തരാൻ പറയാം. കമ്പനിക്ക് പ്രോഫിറ്റ് ബസ് കൊണ്ടിട്ടുണ്ട്. രാവിലെ കയറിയപ്പെട്ട വീഡിയോ ഒരെണ്ണം 130 കയറി, പിന്നെ ഒരെണ്ണം 50 പിന്നെ ഒരെണ്ണം കുറച്ച് 12 കയറി. അതിപ്പോൾ അടുത്ത പൊക്കോണ്ടിരിക്കുക 24 പിന്നെ ലൈവ് പൊക്കോണ്ടിരിക്കുക. അതിപ്പോൾ മറ്റൊക്കെ കഴിഞ്ഞ ദിവസം ഇന്നിപ്പോൾ കുറവാണ്. കഴിഞ്ഞ ദിവസം മില്യൻസാണ് വീഡിയോസ്. ബാക്കിലോട്ട് കയറി മൊത്തം മില്യൻസ് വീഡിയോയാണ്. അതിന് വണ്ടിയോടൊരു പ്രത്യേക ആരാധനയാണ്. പോരാത്തിന് നീതി നിഷേധിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ, അത് ഭയങ്കര ഒരു എന്താ പറയുക, നീതി നിഷേധം എന്ന് പറയുന്ന ആൾക്കാർക്കൊരു, പിന്നെ സിസ്റ്റം നേരെയാകണം. അതാണ് ഇപ്പോൾ തന്നെ എല്ലാവരും വന്നിരിക്കുന്നതാണ്. ഇതിന് നമുക്ക് എത്ര പേരാണ് വന്നേക്കുന്നത്? നമ്മൾ ട്രൈ ചെയ്യണം. നമ്മൾ ട്രൈ ചെയ്യണം. പോയിന്റാണ് ഒന്ന് പറയാം. ഇപ്പൊ തന്നെ എന്റെ അടുത്തിരുന്നൊരു സുഹൃത്ത് പറഞ്ഞൊരു പോയിന്റാണ്. കേരളത്തില് ശരിക്കും പറഞ്ഞാൽ കോയമ്പത്തൂരിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ തന്നെ കണ്ടില്ല എത്ര പേരാണ് കോയമ്പത്തൂര് നഴ്സിംഗ് കോളേജുകൾ ഇല്ലാഞ്ഞിട്ടാണോ പിള്ളേർ തന്നെ ഇവിടെ വന്ന് പഠിക്കുന്നത്? കമ്പനികൾ ഇല്ലാഞ്ഞിട്ടാണോ അവരിവിടെ വന്ന് ഇവിടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്? ഇതൊക്കെയാണ് സീരിയസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്. ഇപ്പൊ ചോദിച്ചൊരു വരും, കേരളം നന്നായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊരു ഒറ്റ ക്വസ്റ്റ്യനാണ്. ആൻസർ ഇല്ല. കാരണം വർഷങ്ങളായിട്ട് നീതി നിഷേധിക്കപ്പെട്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റാതെ നാട് വിടുന്ന ഒരു കൂട്ടം ജനതയാണ്. ഇനി ഇത് എങ്ങോട്ട്, എങ്ങനെ, എവിടെ തീരും? ഇനി 2024 ഫസ്റ്റ് ഡേ കിട്ടിയൊരു ചോദ്യമാണ്. ഇനിയെങ്കിലും ഒന്നൊന്നാകട്ടെ, കണ്ണു തുറക്കട്ടെ. കണ്ണു തുറന്ന് ഇനിയെങ്കിലും വരുന്ന തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന കോയമ്പത്തൂർ നഗരത്തിന്റെ നടുക്കൂടാണ്. ഗിരീഷേട്ടന്റെ റോബിൻ ബസ്സിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ 7 ദിവസം അടിപൊളിയായിട്ട് നമ്മൾ യാത്ര ചെയ്തിരിക്കുകയാണ്. ദർ ഈസ് നോ ഇഷ്യൂസ്. രാവിലെ വരും, സാറുമാർ വരും, ചെക്ക് ചെയ്യും. വീണ്ടും വാളയാർ വരും, ചെക്ക് ചെയ്യും, വണ്ടി കയറും. വീണ്ടും തിരിച്ചു പോകുമ്പോഴും ഇത് തന്നെ, വൈകുന്നേരം ചെക്ക് ചെയ്യും, പോകുമ്പോൾ തിരിച്ച് ഇറങ്ങുമ്പോൾ ചെക്ക് ചെയ്തില്ല. അങ്ങനെ ഓരോരോ സീരിയസ് ആണ് കാര്യങ്ങൾ നടക്കുന്നത്.
അപ്പൊ ഇനി 7 ദിവസം ഇവിടെ, 7 days ഇവിടെ. 7 days. എത്ര ദിവസം ഇവിടെ? അല്ല, തിരിച്ച് വീട്ടിൽ പോകുന്ന എപ്പോഴാ? ആ, മന്ത്ലി പോകും. ഇനിയിപ്പോ പൊങ്കലിന് പോവാം. പൊങ്കൽ ഇത് അല്ലേ? തരാണെങ്കിൽ അവിടെ ഉള്ളതെല്ലാം മലയാളീസാണ്. ഇവിടെ അല്ലേ? എല്ലാവരും മലയാളീസാണ്. ഓ, അപ്പൊ ഇവിടെ ആർക്കെങ്കിലും ഇപ്പൊ ജോബ് വേണമെങ്കിൽ ഇവര് കമ്പനിയാണോ ട്രെയിനിങ് തരുന്നതാണോ? കമ്പനി തന്നെ ട്രെയിനിങ് തരും. എന്തോ പാക്കേജ്?
അപ്പം നമ്മൾ കോയമ്പത്തൂർ ടൗണിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്നടാ നന്നാട്ടി ജോബി സെബാസ്റ്റ്യൻ ഹാപ്പി ന്യൂ ഇയർ. അപ്പോ പുതുവത്സര ആശംസകൾ, ഒരുപാട് പേർക്ക് ആശംസകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സോ ഹാപ്പി വിത്ത് ഹോളിഡേ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ട്രിപ്പ് ഫൈനലി ഞങ്ങൾ കോയമ്പത്തൂർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി ഒരു യാത്ര പോകാൻ പോവാണ്, വേറൊരു യാത്ര. ഇവിടുത്തെ ഒരു വലിയ വണ്ടിയിൽ കോയമ്പത്തൂർ സിറ്റി ഒന്ന് കാണാൻ പോവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങൾ കോയമ്പത്തൂർ സിറ്റി കൊണ്ട് കാണിക്കാം. ജസ്റ്റ് 20 minutes ആണ് പ്രോഗ്രാം. അപ്പോൾ അവിടെ ചെന്ന് ടിക്കറ്റ് ഉണ്ടോ ഇല്ലയോ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. എന്നാലും നമ്മുടെ വണ്ടി നിർത്തുന്നതിന്റെ ഗ്രൗണ്ടിന് തൊട്ടപ്പുറത്താണ് പാർക്ക്. ആ പാർക്കിന് അവിടെ നിന്നാണ് നമുക്ക് പോകാൻ. എന്തോ ഒരു ജംഗിൾ സഫാരി എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ ഡോൺ പറഞ്ഞത് എന്തോ ഒരു ജംഗിൾ സഫാരി എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നെ എവിടെയോ ജംഗിൾ സഫാരിക്ക് കൊണ്ടുവന്നോ, എനിക്ക് എന്തിനൊക്കെയോ വാങ്ങിച്ചു തരാമെന്നോ ഒക്കെ പറഞ്ഞിരുന്നു. ഇല്ല, നിന്റെ തലയിൽ ഇതിനെ ചട്ടി നമുക്ക് നോക്കൂ. സോ നമ്മളപ്പോ ഏകദേശം എത്താറായിട്ടുണ്ട്. ലൈക്ക് ബാംഗ്ലൂർ ലൈക്ക് ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല. വലിയ കുഴപ്പമില്ല. ഇല്ലല്ലേ? അത്യാവശ്യം ഓവർ ടൈം ഉണ്ടോ? ഓവർ ടൈം ഒന്നുമില്ല. ഇല്ല. ഷിഫ്റ്റ് ടൈം മാത്രമേ. ഷിഫ്റ്റ് അല്ലേ? 8 hours അല്ലേ? അപ്പൊ ഇനിയും ഞങ്ങളുടെ വണ്ടിക്ക് പോവാണോ? ഒരു ഹായ് തന്നിട്ട് പോകും. അങ്കിൾ ഒരു ഹായ് തന്നിട്ട് പോകും. ഹാപ്പിയാണോ? ട്രിപ്പ് ഹാപ്പിയാണോ? ഹാപ്പിയാണോ? എവിടാ കട? വീട് ഇവിടാണോ? ഇവിടെ അടുത്ത് എവിടെ വന്ന് നിർത്തണേ? ഇവിടെ അടുത്ത് നിർത്തണേ? അല്ല, ഇവിടോ? സ്വന്തം ഷോപ്പാണോ? ആഹാ, കേറണല്ലോ. ചായക്കട വല്ലതാണോ? എന്ത് കട? അളിയോ ബിരിയാണിക്കടോ ഓർഡർ. ബിരിയാണിക്കടയുടെ ഓർഡർ കേട്ടോ. ബിരിയാണിക്കടയുടെ ഓർഡർ. അപ്പൊ ഞങ്ങൾക്ക് ബിരിയാണി തരുമോ? കട വന്നാ റേറ്റ് വല്ല താത്ത് തരുമോ? ഫ്രീ ഒന്നും തരണ്ട, ഞങ്ങൾക്ക് ഓഫർ വല്ല തന്നാ മതി. കടയുടെ പേര് പറ. കട ഖുറേഷി മന്തി പറഞ്ഞു. ഖുറേഷി മന്തി പേർഷ്യൻ ദർബാർ. ഓക്കെ, ഖുറേഷി മന്തി പേർഷ്യൻ ദർബാർ എന്ന് പറഞ്ഞ കടയാണ്. എവിടാണ്? അമ്പട കള്ള, ഇത്രയും നേരം മിണ്ടാതിരിക്കായിരുന്നല്ലേ? ഞങ്ങളോട് പറഞ്ഞില്ല. ആഹാ, ഇതാണോ?
പോട്ട് അളിയാ. അപ്പൊ കോയമ്പത്തൂർ വരുമ്പോ ഫുഡ് കഴിക്കാൻ നമ്മുടെ മലയാളിയുടെ ഒരു ഖുറേഷി മന്തി കടയുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇതായിട്ട് പിന്നോതിരിക്കായിരുന്നു കേട്ടോ. അവിടെ ചൂട്ടിക്കളിക്കണേ ബിസിനസ് കിട്ടാനുള്ള വകുപ്പിനായിട്ട് കിടക്കുന്ന മതി കേട്ടോ. ഖുറേഷി മന്തി, പേർഷ്യൻ ഖുറേഷി മന്തി. ഓണറുണ്ടോ? പുള്ളിയുണ്ടോ? ഓണറുണ്ടോ? ഇറങ്ങി വാ. പെരുമ്പാവൂരുണ്ടോ? ഓ, കോടീശ്വരൻ. അതെ ഞങ്ങള് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫുഡ് ഫ്രീ ആയിട്ട് തരുമോ? അല്ല, ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം. ഫ്രീ വേണ്ട, ഡിസ്കൗണ്ട് തരുമോ? അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. എന്താണ് ഓണർ? പെരുമ്പാവൂരുണ്ട് ബ്രാഞ്ചല്ലേ? ഇത്രയും നേരം ഞങ്ങളോട് മിണ്ടായിരിക്കായിരുന്നു. ഇങ്ങനെ ഒരു പ്രസ്ഥാനം വേണ്ടത്. അപ്പൊ എന്തായാലും വരുമ്പോ കേറുക. ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? ഈ സ്ഥലത്തിന്റെ പെരിയകുളം ബൈപ്പാസിലല്ലേ? അപ്പൊ വരുന്ന റൂട്ടിൽ കാണാം പേർഷ്യൻ ഖുറേഷി മന്തി. അപ്പൊ കാണാം കേട്ടോ. ആ നമ്പർ ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ നിന്നിട്ടേ. പൊക്കോട്ടെ. ഹാപ്പി. അപ്പൊ ഞങ്ങൾ മില്ലുകാരൻ അറിയില്ലല്ലേ? മില്ലുകാരൻ. എന്നെ അറിയാത്ത ഒരാളുടെ കൂടെ കിട്ടിയിരിക്കുകയാണ്. നമ്മളെല്ലാം വൈവാക്കുന്നതാണ്. അപ്പൊ എന്തായാലും നമ്മുടെ യാത്ര അതാണ് കേട്ടോ. അപ്പൊ ശരി. ഓക്കെ. വലിയ വമ്പൻ സെറ്റപ്പാണ് കേട്ടോ. നോക്കി. കൊള്ളാം കേട്ടോ. നോട്ടീസ് കേട്ടോ, മൊത്തം സ്റ്റിക്കറാ. വരുന്നവരെ കൊണ്ട് മൊത്തം എഴുതിക്കുമെന്ന് തോന്നുന്നു. അവിടെ ഒരു TN വേറെ വണ്ടി കിടക്കുന്നു, ഇസുസു. ഓക്കെ ഇതല്ലേ? അപ്പോ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് യാത്ര ചെയ്ത് വരുന്നുണ്ട്. ഒരുപാട് മലയാളീസ് അവിടെ വർക്ക് ചെയ്യുന്ന, IT കമ്പനി വർക്ക് ചെയ്യുന്ന ഇതേമൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി എല്ലാ ദിവസവും വരണം കേട്ടോ. എല്ലാ തവണയും വരുമ്പോ കേട്ടോ. അപ്പൊ ഹസ്ബൻഡിനെ തിരക്കിന്ന് പറഞ്ഞേര്. സാറേ മറക്കണ്ട, റോബിനാ. ഓക്കെ, അപ്പൊ നമ്പർ 9497352007 എന്ന് പറഞ്ഞ നമ്പർ. നമ്മുടെ പേജ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. മില്ലുകാരൻ കരിമില്ല, അന്താഫ് ഈ മില്ലുകാരനാ കേട്ടോ. ഇൻ കേസ് അത് നമ്പർ കിട്ടിയില്ലെങ്കിൽ വിളിച്ചാൽ മതി. ഞങ്ങൾ ഈ വണ്ടിയെ കാണും. നമ്മുടെ വണ്ടി നമ്മള് തകർക്കും, പൊളിച്ചടുക്കും നമ്മള്. ഫുൾ പവറിലാണ്, ഫുൾ പവർ. സോ മേട്ടുപ്പാളയം 38, പൊള്ളാച്ചി 40, തൃശ്ശൂർ 2 കിലോമീറ്റർ. തൃശ്ശി റോഡ് അണ്ണാ. ഉക്കടത്തി പാർക്ക് പെണ്ണുങ്ങണ്ണാ. ഉക്കട ഇറങ്ങാനുണ്ടോ? ഉക്കടോ അല്ലെ? ഇനി വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞ് ഇനി സീൻ ഉണ്ടാക്കും. വേണ്ട. കുഞ്ഞുങ്ങളെ നിങ്ങളെ കൂടെ ഇറങ്ങുന്നേ. ഫോളോ ചെയ്യണം കേട്ടോ പേജ് കേട്ടോ. ഫസ്റ്റ് ഇൻസ്റ്റഗ്രാമും എല്ലാം. ഇൻസ്റ്റഗ്രാം ഉണ്ട് കേട്ടോ. ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തോടെ. ഇവിടെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തേ. ഹസ്ബൻഡിനോട് പറഞ്ഞേക്കണേ. സെറ്റ് കമ്പനി കുറച്ച് ആൾക്കാരോട് പറഞ്ഞേക്കണേ. കുറച്ച് ആൾക്കാരോട് പറഞ്ഞേക്കണേ. ഇങ്ങനെ പേജിലുണ്ടോ? ഞാൻ ഇത് ലൈവ് വന്നിട്ട് അറിയോ? ഞാനാ? ഓക്കെ. ഹസ്ബൻഡിനെ പ്രത്യേകം തിരക്കിന്ന് പറയാം. സുധീഷ്. അദ്ദേഹത്തിന്റെ പേര് രേഷ്മ. സുധീഷിനും രേഷ്മയ്ക്ക് വരും. അടിപൊളി വില്ലുകാരൻ വിശ്വാസം. അപ്പൊ ഇനി എല്ലാ ദിവസവും അല്ലെ വരുമ്പോ ഇനി വിട്ടേക്കാൻ ഞങ്ങളുടെ വണ്ടി കേട്ടോ. ഫുൾ സേഫ് ആണ് കേട്ടോ. MVDയുടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കറക്റ്റ് കൊണ്ട് വിടുന്നതായിരിക്കും. വളരെ സന്തോഷം. അപ്പൊ എന്തായാലും ഇനി ഞങ്ങൾ ഞങ്ങളുടെ കോർപ്പറേഷൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരെയൊക്കെ വിളിച്ചോണ്ട് വരിക. കാണാം. ഗുഡ് ബൈ. എല്ലാരെയും പറഞ്ഞു വിട്ടു. അപ്പോ ഞങ്ങൾ തിരിച്ചു പോകുന്നവരല്ലേ, നമ്മൾ തിരിച്ചു പോകുന്നവരാ. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ഇനിയും വരണം, കാണണം. മിസ്റ്റർ മഹാബലി ഒരു പറഞ്ഞു എന്നെ ചോദിച്ചേ. ഇതാണ് എനിക്ക് എപ്പോഴും എന്തുവാ നമ്മൾ ഫുഡ് അടിക്കാൻ പോവല്ലേ? നമ്മൾ ഐക്യദാർഢ്യം പ്രവർത്തിപ്പിക്കുന്ന ആൾക്കാരാവും. ഇടയ്ക്ക് ഭയങ്കര മൗത്ത് സ്ലിപ്പിംഗാണ്. എന്തോ ചെയ്യാനാ, ഫുള്ള് കംപ്ലൈന്റാ. അപ്പൊ നിങ്ങളുടെയൊക്കെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു വിട്ടേക്കണം കേട്ടോ. അപ്പൊ ഒരു കട ഞാൻ പരിചയപ്പെടുത്തുന്നു കേട്ടോ. ഖുറേഷി മന്തിക്കട, മലയാളി കട. ചെലവുണ്ട് കേട്ടോ. ഇതിനൊക്കെയാണ് ചെലവ് ചെയ്യേണ്ടത്. അപ്പൊ കണ്ടില്ലേ, നമ്മൾ ഉക്കട മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. പകല് നമ്മൾ ഉക്കട മാർക്കറ്റിൽ ഉക്കട കണ്ടില്ലേ? അമ്പരചുംബികളായിട്ടുള്ള വലിയ പാലം വേണ്ട റോഡിന്റെ മേളിൽ കൂടെ പോകുന്നു. അല്ല, റോഡിന്റെ എന്തിനും വേണ്ടിട്ടല്ല. ഊട്ടി റോഡ്, ഊട്ടിക്ക് 88 കിലോമീറ്റർ കേട്ടോ. കോയമ്പത്തൂർ വരാതെ വേണം തണുപ്പിച്ചിട്ട് വരാം. മേളിൽ പോയിട്ട് ഊട്ടിക്ക് പോകണോ? തണുപ്പിച്ചിട്ട് വരാം. ആണല്ലേ? അങ്ങനെ നമ്മള് കോയമ്പത്തൂർ ടൗണിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ അറിയാം, കേരളത്തിലെ ഭായിമാര് മൊത്തം ഇങ്ങനെ പോകണമെന്ന് തോന്നുന്നു അല്ലേ?
ഫുൾ ഭായിമാർ ഇവിടാണ് കേട്ടോ. ഫുൾ ഭായിമാരും കേരളത്തിൽ. നോ ഭായ് അടുത്ത വിവരാവകാശം. ഹലോ ബസ്മാൻ, പറയൂ ബസ്മാൻ. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. യു ടു. ഹാപ്പി ന്യൂ ഇയർ. വിവരാവകാശം ഞാനവിടെ ഇല്ല. വിവരാവകാശമായിരിക്കും അല്ലേ? അതെന്തുവാ? ക്രെഡിറ്റ് കാർഡ്. സോറി, ഞാൻ നാളെ മോർണിംഗിൽ അവൈലബിൾ ഉള്ളൂ. കൈവച്ചോ. ഓ, നമ്മുടെ KSRTC. അയ്യോ, നമ്മുടെ KSRTC വണ്ടി. നമ്മുടെ സ്വന്തം KSRTC. വീട്ടിലാരുമില്ല. നമ്മുടെ KSRTC വണ്ടി. വേറെ ഏൽപ്പിക്കണ്ട. കൈ വിരിക്കുന്നതായിരിക്കും നല്ല. എല്ലാവരും ഉണ്ട്. മിനിസ്റ്റേഴ്സ് അല്ല, എല്ലാവരും ഉണ്ടല്ലേ. ഓക്കെ, ഞാൻ എടുത്തോളാം. കയ്യിൽ നിന്ന് എടുത്തോളാം. അങ്ങനെ എനിക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടിയിരിക്കുകയാണ്. സന്തോഷം കൊണ്ട്. പക്ഷേ നേരത്തെ ആയിരുന്നു നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ കുറച്ച് കളികളൊക്കെ കളിക്കായിരുന്നു. ഒന്ന് നിർത്തിയിട്ട് വീണ്ടും തുടങ്ങിയ ക്രെഡിറ്റ് കാർഡിന്റെ പരിപാടി. നോക്കി എന്നാ തിരക്കാ നോക്കിയേ. നമ്മുടെ എത്ര മൊബൈലാ എന്തോ ചെയ്യാനാ. പാലക്കാട് കോയമ്പത്തൂർ അല്ലേ? ഗാന്ധിപുരം കോയമ്പത്തൂർ. സോ ലൈവിൽ പോയിട്ട് അതിന്റെ സ്വിച്ച് ഓൺ ദ എനേബിൾ തിങ്സ്. ബോബി ചേട്ടാ, നേപ്പാളിലോ കോയമ്പത്തൂർ എത്തി. നിങ്ങൾ വാ, ഇവിടെ ഇങ്ങോട്ട് വരാൻ. നിങ്ങൾ അവിടെ മാറിയിരിക്കാതെ ഇങ്ങോട്ട് വാ. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന വീഡിയോ എടുക്കണ്ടേ? അവിടെ ഇരുന്ന് വീഡിയോ എടുക്ക്. എന്റെ മനുഷ്യ, ഇദ്ദേഹത്തിന് യൂട്യൂബ് ചാനൽ ഉണ്ട്. യൂട്യൂബ് ചാനലിന്റെ പേരെന്താണ്? നേപ്പാൾ മലയാളം ബ്ലോഗ്. ജസ്റ്റ് ഐ വിൽ ഷോ ദാറ്റ്. നമ്മുടെ ഇന്നത്തെ വ്ലോഗിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആള്. അപ്പോൾ എന്തായാലും നമ്മൾ ഫ്രണ്ടിലെ ലൈവ് കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത്. ലൈവ് കാര്യങ്ങൾ നേപ്പാൾ മലയാളം ബ്ലോഗ്സ് അല്ലേ? കറകളഞ്ഞ ഇടയ്ക്ക് ഇതൊക്കെ വരുമെന്ന് എന്തോ ചെയ്യാനാ. കെട്ടുപോ. ഇടയ്ക്കിടയ്ക്ക് വെട്ടുപോവാ. അതെ, വെള്ളോട്ട് വെച്ചാൽ ചിലപ്പോ ആമ്പിള്ളേർ തട്ടിക്കൊണ്ട് പോയി അറിയത്തില്ല. ഇങ്ങോട്ട് നിൽക്കും. എനിക്ക് അതൊക്കെ ഒരു വ്യൂ കിട്ടാൻ നമ്മുടെ ചങ്കുകൾ നോക്കിയിരിക്കുക വ്യൂവിനെ. സോ താങ്ക് യു ചേട്ടാ. ഫുൾ സപ്പോർട്ട്. പൊളി. ഒരു വിഷയമില്ല. അതിലെ അതേ ഹോട്ടലിൽ വണ്ടി. എന്തോ തിരക്കല്ലേ. ഓ, ഭയങ്കരം. സാധനങ്ങളൊക്കെ പിന്നെ വേറെ വിലക്കുറവുണ്ടോ? കുഞ്ഞുങ്ങളെ ഡ്രസ്സും സാധനങ്ങളൊക്കെ വിലക്കുറവ്. നിങ്ങളെവിടാ? കരിപ്പെട്ടിയോ? കാലിപ്പെട്ടി. കാലിപ്പെട്ടി എയർപോർട്ട് റോഡിലോ. നല്ലപോലെ പഠിച്ചോണം. അരിയറൊന്നും ഉണ്ടാക്കല്ലേ. പഠിച്ച് 4 വർഷം കൊണ്ട് പാസ്സായിക്കണം. ഞാൻ സപ്ലി ഉണ്ടാക്കരുത്. ഐ ആം ഓൾസോ എ സപ്ലിമാൻ. ഞാനൊരു വലിയ ലോക സപ്ലിമാനായിരുന്നു. അനുഭവം ഗുരുവേ, എന്ത് ചെയ്യാനാ. അവര് ഞങ്ങളുടെ കൂടെ തുടക്കത്തിൽ തൊട്ടുണ്ടല്ലേ. എന്റെ തെല്ല് കേട്ട് മടുത്തു. അയ്യോ, പൊങ്കല് ഇനി ലീവ് ഉണ്ടോ? റോബിൻ ബസ് വന്നോളൂ കേട്ടോ. ഒളി ബാക്കിയുള്ള മാവലിക്കരുന്നോ? ഒളി എനിക്ക് വയ്യ. അവിടെ ഞങ്ങൾക്ക് പിള്ളേര് മാവലിക്കരുന്നൊക്കെയാ വരുന്നത്. കുഞ്ഞു പിള്ളേരാ. അതെ, കെട്ടിയാരാ ചെറുപ്പാണ്. അടുത്തായിട്ട് തൊട്ടടുത്താ എന്നും പറഞ്ഞ് തൊട്ടടുത്താന്ന് പറഞ്ഞ് ചെലവൊന്നും ചെയ്യത്തില്ല. അതെ. ഫുഡ് എങ്ങനെയുണ്ട്? വലിയ ശോകമല്ലേ? നിങ്ങൾ പുറത്ത് വീടെടുക്കത്തില്ലേ? നിങ്ങൾ അതിനെന്തോ വേറെ വീടങ്ങ് എടുത്ത് പഠിച്ചോണം.
പുറത്ത് കറങ്ങുന്നത് കൊള്ളാം. മലയാളി എത്ര പിള്ളേരുണ്ട് ക്ലാസ് ഫുള്ള്? മൊത്തം മലയാളീസ് ലേഡീസോ ഗേൾസ് മാത്രമേ ഉള്ളൂ? ഗേൾ കോളേജാ? ബോയ്സ് ഒന്നുമില്ല? ആ ഗ്രേറ്റ്. എന്നാ ഒടുക്കത്തെ ക്രാങ്ങിങ് ആയിരിക്കും ഗേൾസ് ആണ്. ഇവര് ഗേൾസ് തമ്മിൽ കൂടി കഴിഞ്ഞാണോ ഭയങ്കര ടെററാണ്. പക്ഷെ നല്ല ആൾക്കാരുണ്ട്, നല്ല കാര്യം ഇവരുടെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന്. ബിടെക് അല്ല, ഇവര് നേഴ്സിംഗ്. റായിങ് ഒന്നും ഇല്ലല്ലോ? റായിങ് ഒന്നും ഇല്ല. അപ്പൊ ഉണ്ട്. എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും പാവയ്ക്കാ വെള്ളം? അതല്ല, ചോദിച്ചാല് ഇല്ലല്ലേ? അടുത്ത വരുന്ന ബാച്ചിന് 10 ഏത്തവിടിയില് ഇല്ല. അല്ല, ഇപ്പൊ റാങ്കിങ് ഭയങ്കര ഇഷ്യൂ അല്ലേ? തിരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ? ഫീസ് സ്ട്രക്ചർ ഒക്കെ എന്റെ പെങ്ങളും ഇതാ, നിങ്ങളുടെ അത്രയും പ്രായമേ ഉള്ളൂ. അവളിപ്പോ 3-ാം വർഷം. എന്റെ ഏറ്റവും എനിക്ക് 2 പെങ്ങന്മാരാ. ഒരാള് ഡെന്റൽ ഡോക്ടർ, അവള് ഡൽഹിയിലെ ഇപ്പോ ഷീസ് റൂമിങ് ഒരു പ്രോഗ്രാമിന് പോയേക്കോ അവരുടെ ഡോക്ടേഴ്സ് എല്ലാം കൂടെ. അതിനാണ് ആള് ഇപ്പൊ നേഴ്സിംഗ് പഠിക്കുന്നത് ബാംഗ്ലൂർ. അത് ഭയങ്കര എന്നെ കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നു, രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. എന്റെ മോള് ഈ റേഞ്ച് വരുമല്ലേ? ആ ഒരു സേവ ഞാൻ കാണിച്ച്. പഠിച്ചോണം നന്നായിട്ട് കേട്ടോ. അയ്യോ അല്ല, ഇത് പറഞ്ഞോ, ഞാൻ തുരുമ്പെടുത്തോ. എന്നാലും ആ ഒരു മനസ്സിലൂടെ വേറെ ഇവിടെ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇറച്ചിക്ക ഒന്നാലോചിക്കുക. എല്ലാ ദിവസവും രാവിലെ ഇറച്ചിക്കടയുടെ മുന്നിൽ പോയി നിൽക്കുന്ന പോലെ എംപിടിക്കാർ വന്ന് മുന്നിൽ നിൽക്കുന്നത്. വണ്ടി പണ്ട് SC ലോറിയിലും പ്രൈവറ്റ് വണ്ടികളിലൊക്കെ ഈ എയർ ചെക്ക് ചെയ്യാനും ഓയിൽ നോക്കാനുമായിട്ട് നമ്മൾ ആളെ എത്തിക്കും, ഡ്രൈവർമാര്. അതുപോലെയാണ് എംപിടിക്കാര്. ടയർ പൊട്ടി നോക്കാം, ടയർ ഉണ്ടോ? അത് തന്നെ. ആ കമന്റ് ഞാൻ വായിച്ചത് കേട്ടോ. ലോങ് കമന്റ് ഇവിടെ പ്രസക്തിയില്ല. കാരണം എന്താണെന്നറിയോ? എല്ലാവർക്കും ഷോർട്ട് കമന്റ് ആണ്. അതൊരു കാര്യമാണ്. അവരെ തെള്ളി വിടുന്നതാണ്, ആരോ ഒരാള് തെള്ളി വിടുന്നതാണ്. എന്ത് ചെയ്യാനും. പക്ഷെ നമുക്ക് കേക്ക് കൊടുക്കാൻ പറ്റുപോയി. എന്റെ ബോബിച്ചേട്ടാ, കേക്ക് കൊടുക്കാൻ പറ്റുപോയി കേട്ടോ. ഭയങ്കര സങ്കടമായി കേട്ടോ. നിങ്ങളൊരു കേക്ക് മോശമായി കേട്ടോ. നിങ്ങൾ ഇത്ര വലിയ തെള്ളൊക്കെ തരട്ടോ. എന്നാ മോശമായി പോയി. ഞാൻ വിട്ടുപോയി. നമ്മളവിടെ സാർമാർ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഞാൻ വിശ്വസിച്ച് കൊടുത്തത്. അത് ഭയങ്കര മോശമായി കേട്ടോ. എന്നാലും ഒരു കേക്ക് ഇനി അത് തിന്നിട്ട് ഇനി വേണ്ട ആകെ പ്രശ്നമാണ് കേട്ടോ. എംപിടി കിട്ടില്ലേ? കിട്ടും. ഉറപ്പ്. എന്തുകൊണ്ട് വല്ലാത്ത ചെക്കിങ് തന്നെ കേട്ടോ. അത്ര നല്ല സേഫാ, നല്ല കംഫർട്ടബിളാ. അപ്പൊ കൂടെയുള്ള പിള്ളേരൊക്കെ വിളിച്ചോളാം കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ മില്ലികാരൻ കേട്ടോ, ഫോളോ ചെയ്യണോ. പിന്നെ എനിക്ക് ഫേസ്ബുക്ക് ഉണ്ടേ, അതിലെ ലൈവ് പോണേ. പിന്നെ യൂട്യൂബിലും ഉണ്ട്, ഒന്ന് ഫോളോ ചെയ്തേക്കണം, മറക്കല്ലേ. അദ്ദേഹത്തിന്റെ വീട്ടിലൊരാളാണ് കണ്ടോണ്ടിരിക്കുന്നത് ലൈവ്. മോളെവിടെ എത്തി ഇപ്പൊ കണ്ടോണ്ടിരിക്കാൻ തോന്നുന്നു, അറിയില്ല. കട്ട് ചെയ്തോ? അമ്മയാണോ? ആരാ അമ്മ? അമ്മ നമ്മുടെ വീഡിയോ കാണുന്ന ആളാ. ഓ, നമ്മുടെ ഫോളോവറാണ്. ആണോ? എല്ലാരും എല്ലാരും കംഫോർട്ടാണ്, ഫുൾഫിൽ. മോളെ കൊണ്ടുവന്ന്, അതായത് ചിത്ര ചേച്ചിയോട് പറയാണ് മോളെ കൊണ്ടുവന്ന് ഇവിടെ എത്തിക്കാറായിട്ടുണ്ട്, ഇറക്കി വിടും. അതിനുശേഷം ബാക്കി മോളെ വിളിച്ച് ചോദിച്ചോണം. ഒരു ഗാഡിനായിട്ട് ഞങ്ങൾ ഇത്ര നേരം ഇരുന്നു. ഇതൊക്കെ പ്രത്യേക ചെലവൊക്കെ ചെയ്യേണ്ടതാണ്. ചായ കാപ്പിയൊക്കെ വായിച്ചേറേണ്ടതാണ്, ഇല്ലേ ഡോണേ? എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ ഈ കുഞ്ഞു പിള്ളേരെ അവരുടെ മാതാപിതാക്കള് അവർ സേഫായിട്ട്. അമ്മാവനും കാണുന്നുണ്ടോ? അമ്മാവനാണ് വിളിക്കുന്നത്. അമ്മാവനാണ് വിളിക്കുന്നത്. ഒരു താങ്ക്സ് പറഞ്ഞേര്, ഒരു ഹായ് പറഞ്ഞേര്. ഇവിടെ തന്നെ അമ്മാവൻ ഇങ്ങനെ ലൗഡ് സ്പീക്കർ ഇങ്ങനെ
സ്പീക്കർ പ്രശാന്ത് അമ്മാവൻ. ഓക്കെ, പ്രശാന്ത് അമ്മാവ പറഞ്ഞോളൂ. താങ്ക് യു. സേഫായിട്ട് ഇവിടെ കൊണ്ടെത്തിച്ചു. ഏറെ അല്ല, നിങ്ങളുടെയൊക്കെ ഞാൻ ഒരു വലിയൊരു ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം പറയാണ്. കാരണം മക്കളെ എല്ലാം നിങ്ങൾ ഒരു സ്വന്തം ഒരു ഫാമിലിയിൽ വിടുന്ന പോലെ ഒരു എംവിഡിയുടെ ഫുൾ ചെക്കിങ്, അത് വലിയൊരു കാര്യമാണ് കേട്ടോ, വലിയൊരു കാര്യമാണ്. നിങ്ങളെയൊക്കെ ഒരു സ്നേഹമാണ് ഈ വണ്ടി ഇപ്പോഴും ഓടുന്നത്. അതാ അപ്പൊ എന്റെ ലൈവിൽ ഒരു പാട്ടാകാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് വീണ്ടും വേണ്ടത്. ഓക്കെ നടക്കട്ടെ. വീട് എവിടാ? പാലല്ലേ? പാലയിലാണല്ലോ കയറിയത് പറഞ്ഞ പോലെ. തൊഴിലല്ലേ? അമ്മാവനും കാണുന്നത്. അമ്മാവനും ഇരിക്കട്ടെ, പ്രശാന്ത് ചേട്ടനും ഒരു ലൈക്ക് ഇരിക്കട്ടെ. അപ്പൊ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഫൈനലി വി റീച്ച് ഇൻ കോയമ്പത്തൂര്. കഴിഞ്ഞു പൊങ്കൽ 10 days. ഇനി ബുക്കിന്റെ മുന്നേ വന്നിരുന്നേ ഭക്ഷണം പിള്ളേരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. ഇപ്പൊ തന്നെ എന്റെ പെങ്ങള് തന്നെ അവള് ബാംഗ്ലൂർ ചെല്ലുമ്പോ പനി ചൂട് ആയിരിക്കും അവരുടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പൊ എന്തായാലും വലിയ നല്ല കാര്യം, സന്തോഷമുണ്ട്. അപ്പൊ പുഷ് ബാക്ക് സീറ്റിലിരുന്ന് പത്തനംതിട്ടയിൽ കോയമ്പത്തൂർ വരെ വരണമെങ്കിൽ നേരെ ഇങ്ങ് പോരുക. അത് ബുക്കിംഗ് നമ്പർ വിളിച്ചു ചോദിക്കണം. ഡിപ്പെൻസ്. പല റേറ്റ് ഉണ്ട്, അറിയില്ല എക്സാക്ട്. അതിനെപ്പറ്റി ബുക്കിംഗ് നമ്പർ വിളിച്ചു ചോദിക്കാം. 9497352007. അപ്പൊ നമ്മള് ഗാന്ധിപുരം നമ്മളിപ്പോ ഗാന്ധിപുരം സ്റ്റാൻഡിലെത്തി. നമ്മള് വണ്ടി നിർത്തുന്നിടത്തെത്തി. അപ്പൊ ചെലവ് ചെയ്യാൻ ഉദ്ദേശം വല്ലതും ഉണ്ടോ? വെള്ളം മാറ്റി തരാൻ ഉദ്ദേശമുണ്ടോ? പ്ലാന് വല്ലതും ഉണ്ടേ പറഞ്ഞോളൂ. ഇപ്പോ നിങ്ങൾ എങ്ങനെയാ, ഓട്ടോയിൽ പോവാതോ ബസ്സിലല്ലേ? അപ്പൊ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഈ ബസ് സ്റ്റാൻഡിൽ നിന്നല്ലേ ഗാന്ധിപുരം? ഇത് ഗാന്ധിപുരം. അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട്. എല്ലാവരും കൂടെ സന്തോഷകരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി എന്ന നിലയിലാണ് നമ്മുടെ യാത്ര നടന്നത്. വളരെ സന്തോഷമുണ്ട്. വീണ്ടും താങ്ക്സ് പറയാണ്. അപ്പോൾ വൈകുന്നേരം 5 മണിക്ക് ഡോണേ 5 മണിക്കല്ലേ അടുത്ത ട്രിപ്പ്? അപ്പൊ 9497352007 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. 007 എന്നൊക്കെ പറയുമ്പോൾ ജെയിംസ് ബോണ്ടിന്റെ നമ്പർ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇപ്പോൾ റോബിൻ ഗിരീഷിന്റെ നമ്പറാണ്. ഇപ്പോഴത്തെ ജെയിംസ് ബോണ്ട് റോബിൻ ഗിരീഷ് ആണല്ലോ, അത് 90s ജെയിംസ് ബോണ്ട്. ഇത് ഗിരീഷ് ചേട്ടൻ നമ്മുടെ ഇപ്പൊ 21st ഡോൺ ആണ്. അപ്പൊ എന്തായാലും എല്ലാവർക്കും വെൽക്കം. അപ്പോ വന്നവർക്കെല്ലാം വളരെ നന്ദി, നമസ്കാരം. കഴിഞ്ഞ ഞങ്ങൾ ഇറങ്ങാനോ? പരിപാടി ഈസ് ഓവർ. കഴിവാ. അപ്പോ എല്ലാരും പോവാണോ? ഓക്കെ. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് അപ്പൊ റോബിൻ ഗസ് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് വളരെ സന്തോഷകരമായിട്ട്. അപ്പോ ഇനിയുള്ള ഞങ്ങളുടെ കുറച്ച് പാർട്ടിസിപ്പേറ്റ് കുറച്ച് പരിപാടികളുണ്ട്. പോവാണോ സാറേ? അപ്പോ ഓക്കെ, കാണാം. അപ്പൊ വീണ്ടും ഫ്രണ്ട്സിനോടൊക്കെ പറയാ റോബിൻ ബസ്സിലെ യാത്ര എങ്ങനെയുണ്ട്? യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? എന്നെ ഇറക്കി വിട്ടിട്ട് കേട്ടു. എന്നെ ഇറക്കി വിട്ട് എന്നോട് പറഞ്ഞ് ഇറങ്ങാൻ പറഞ്ഞു. എന്തോ പറയാനാ. സോ ഗൈസ്, നമ്മൾ അപ്പോൾ എന്റെ പൊന്നളിയ നമ്മളപ്പോ കോയമ്പത്തൂർ എത്തിയിരിക്കുകയാണ്. ഇന്ന് കോയമ്പത്തൂർ നമ്മൾ പൊളിച്ചടക്കും. അതെ, നമ്മൾ പൊളിച്ചെടുക്കും. നമ്മൾ ഡബിൾ ഡെക്കർ വണ്ടിയെ കയറി ഇരുന്ന് അലമ്പി തിമിർത്ത് നമ്മൾ ആടും. അതിനുള്ള ആൾക്കാരുണ്ട്. മെനു എന്തോ ഡോണ് നീ എന്നെ വിളിച്ചാറോടാ? അയ്യോ, അവിടെ ഇറങ്ങിയാ മതിയായിരുന്നല്ലോ പുള്ളിക്കാരന്റെ. നല്ല പൊളിയാണ്. പക്ഷെ അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് വരണമല്ലോ, അതൊരു വിഷയമാണ്. നോക്കട്ടെ അല്ലെ, നമുക്ക് ആദ്യം നമ്മുടെ ഡബിൾ ഡെക്കർ വണ്ടി അതാണ്.
ഇവിടാണോ? എവിടാണ് സ്ഥലം പറ. ജംഗ്ഷൻ സ്റ്റാൻഡ്, ടൗൺ ബസ് സ്റ്റാൻഡ്. ആ അതെ, ടൗൺ ബസ് സ്റ്റാൻഡ് ഇതല്ലേ? ആ ഇവിടെ 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 തന്നെ, ഇവിടെ തന്നെ. അവരെ സേഫായിട്ട് വിടണം. അപ്പോൾ കുഞ്ഞുങ്ങളെ ഞാൻ മാറി ഞാൻ മറിച്ച് കുഞ്ഞുങ്ങളെ സേഫായിട്ട് അകത്തോട്ട് കയറി, കുഞ്ഞുങ്ങളെ സേഫായിട്ട് അവരുടെ കാര്യം കഴിയും. അവരിറങ്ങിയതിന് ശേഷമുള്ള കാര്യങ്ങൾ പറയും. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ കുഞ്ഞുങ്ങളെ. ധൈര്യമായിട്ട് പൊക്കൂ. ഞങ്ങളൊക്കെ എപ്പോഴും ഫുൾ ടൈം ഇവിടെ ഉണ്ട്. ആണ് മലയാളി ചേട്ടന്മാര്. എന്നാടാ അത് എടുത്തപ്പോ കിളി പോയി അല്ലേ? എടുത്തപ്പോ കിളി പോയി. 6 ബാഗാ. അപ്പൊ ഏതോ ഒരു ബാഗ് എടുത്താണ്. 90 കിലോ ഉണ്ടല്ലേ? 6 മുട്ടയൊക്കെ വീട്ടിൽ നിന്ന് അതുപോലെ എടുത്തോണ്ട് പോന്നോ? അപ്പൊ കുഞ്ഞുങ്ങൾ ഇറങ്ങാണ്. 1 2 3 4 5 6 7. അപ്പൊ ഇനിയും വരുമ്പോ ആള് കൂട്ടിക്കോണം കേട്ടോ. ഫുള്ള് സെറ്റ് ആയിക്കോണം. അപ്പൊ എല്ലാവരും പഠിക്കാതെ ബെസ്റ്റ് വിഷസ്. ആ 1 2 3 1 2 3 1 2 3. ആ ഓക്കെ, ബൈ ബൈ, ടാറ്റ, ബൈ ബൈ, ഗുഡ് ബൈ, ടാറ്റ എല്ലാം. അപ്പൊ കുഞ്ഞുങ്ങളെല്ലാം ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇനി ഞങ്ങള് കുറച്ചാൾ 5 രൂപ, ഒരു 5 രൂപ അടപ്പുണ്ട്, ഒരു 5 രൂപ. ആ അപ്പൊ ഓക്കെ, ബൈ ബൈ, ടാറ്റ ടാറ്റ ടാറ്റ. അയ്യോ ടാറ്റ ടാറ്റ ടാറ്റ. കുഞ്ഞുങ്ങള് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇനി ടാറ്റ ടാറ്റ ടാറ്റ. സേഫായിട്ട് ഇറക്കിയിട്ടുണ്ട്. പ്രശാന്ത് ചേട്ടാ സേഫായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇനി കുഞ്ഞുങ്ങള് ഇനിയും അവരുടെ വണ്ടിയിൽ കയറി പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മള് നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കണ്ടില്ലേ? അപ്പൊ വണ്ടിയില് ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പൊ എന്നാലും വളരെ സന്തോഷകരമായിട്ടുള്ള അടിപൊളി യാത്രയാണ്. അതെ, ഇന്ന് കേരളത്തിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ളൊരു യാത്ര പോകുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോബിൻ ബസ്സിലെ യാത്രയാണ്. അല്ല പാലമൊക്കെ നല്ല പെയിന്റ് ഒക്കെ അടിച്ചാണ്. ഒരു പോസ്റ്റ് ആട്ടോ ഒന്നുമില്ല. എന്ത് നീറ്റാന്ന് നോക്കിയാണ്ടല്ലേ? ഇവിടെ അങ്ങ് ഒരു പോസ്റ്റ് ആട്ടോ ഒന്നുമില്ല. ഇതാണ് അല്ല നമ്മളിനി തമിഴ്നാട്ടിലുള്ളവരെ കണ്ട് പഠിക്കണം ഒരുപാട് കാര്യങ്ങൾ. നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഓടുത്തട്ട ഫുള്ള് പോസ്റ്റ് ഓടിച്ച് എന്റെ പോനടാവുകയും നാട് പോലെ നശിപ്പിച്ച് നാറാണക്കല്ലാക്കി വെച്ചേക്കും. അതാണ് ഫുൾ പവറിലാണ് നമ്മൾ എന്തായാലും കോയമ്പത്തൂർ എത്തിയിരിക്കുന്നത്. റോബിൻ ഗിരീഷേട്ടന്റെ വണ്ടിയിൽ നമ്മൾ പൊളിച്ചടിക്കും. നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ എന്തായാലും വൈകുന്നേരം 5 മണിക്ക് നമ്മൾ വീണ്ടും നമ്മുടെ കലാപരിപാടി അങ്ങോട്ട് തുടങ്ങും. അതിന് മുന്നേ നമുക്ക് ചെറിയ കലാപരിപാടികളുണ്ട്. അതായത് ഈ ആകാശത്തൂടെ കയറി പോകുന്ന ഒരു വണ്ടിയുണ്ട്. ആകാശത്തൂടെ എന്താ വണ്ടിയുടെ പേരെന്തോ? ഡബിൾ ഡെക്കർ അല്ലേ? സോറി, ഡബിൾ ഡെക്കർ വണ്ടിയുണ്ട്. ഡബിൾ ഡെക്കർ വണ്ടിയുടെ പുറത്ത് കയറിയിരുന്ന് ഒരു അഭ്യാസ പ്രകടനമുണ്ട്. അപ്പൊ അകത്ത് അല്ല, മണ്ടയ്ക്ക് പുറത്ത്, അത് തന്നെ പുറത്ത് മേളില് മണ്ടയ്ക്ക്, അത് തന്നെ മുകളിൽ. ഇനി അത് പറഞ്ഞ് തെറ്റിപ്പോണ്ട. മുകളിൽ കയറിയുന്ന ഒരു അഭ്യാസ പ്രകടനമുണ്ട്. തകർക്കും. അത് തന്നെ തകർത്ത് പൊളിച്ചടുക്കും നമ്മളിനി. അപ്പൊ എന്തായാലും കോയമ്പത്തൂരിന്റെ മണ്ണിൽ എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ? കേരളത്തിലെ മന്ത്രിമാരെ അനുകൂലിച്ചുള്ള വണ്ടിയായിരുന്നു. വെള്ള വണ്ടി. കറുപ്പല്ല. അയ്യോ. അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ട ബോർഡ് വെച്ചിരിക്കുകയാണ്. കോയമ്പത്തൂർ തിരുമിട്ട കോയമ്പത്തൂർ ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഇനി പത്തനംതിട്ടയ്ക്കാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. അന്താഫി അഭിമാനം. അത് തന്നെ എവിടാ? അത് തന്നെ അന്താഫി അഭിമാനം. വായി വരുന്നത് കുറയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ അന്താഫി വായിലൊക്കെ വരുന്നത് എല്ലാം വിളിച്ചു പറയാ. എന്താ പറയാനാണോ എന്റെ പോലളിയാ. അങ്ങനെ കോയമ്പത്തൂരിന്റെ മണ്ണിക്കൂടി ഇതാ ഞങ്ങൾ അലയടിച്ച് പൊക്കോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തിന് ലൈവാ? വാഴപ്പഴം. പത്തനംതിട്ട ചെക്കിങ് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എങ്ങനെ ചെക്കിങ് അല്ലായിരുന്നു, വാളയാർ ചെക്കിങ് ഉണ്ടായിരുന്നു.
അപ്പോൾ എന്തായാലും ഞങ്ങൾ ലൈവ് ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി ലൈവ് ഓഫ് ചെയ്തേക്കാം അല്ലേ. അപ്പോൾ ഞങ്ങൾ ചെറിയ വണ്ടിയൊക്കെ പാർക്കിംഗ് ഗ്രൗണ്ടിലോട്ട് സെൻട്രൽ പ്രസന്റ് ക്യാമ്പസ് എന്നൊക്കെ പറഞ്ഞ പാർക്കിങ്ങിലോട്ട് ചെറിയ കയറാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ശരി, കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട്. ഗുഡ് ബൈ, ടാറ്റാ. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. മറക്കണ്ട, 5 മണിക്ക് ഞങ്ങൾ വീണ്ടും വണ്ടി എടുക്കുന്നതായിരിക്കും. അപ്പൊ 9497235207 അല്ലേ? 9497352007 അല്ലേ? അതെ, അന്ത നമ്പറിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. കാണാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ. ടാറ്റാ.